ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ചാനലിൽ കൂടുതൽ വരുന്നത് റാപ്പർ ഹിരൺദാസ് മുരളി അയാളെക്കുറിച്ചുള്ള വീഡിയോസാണ്. ഞാൻ ഇനി അങ്ങനെ അയാളെ വിളിക്കത്തുള്ളൂ. കാരണം എൻ്റെ അറിവിൽ അയാൾ ഉപയോഗിക്കുന്ന ആ പേര്, സ്പെസിഫിക് ആയിട്ടൊരു പേര്, അത് ജാതി പേരാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. അത് ഒരു ജാതിയെ അധിക്ഷേപിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ജാതിയുടെ ആളുകൾ ഒരു കേസുമായിട്ട് കൊല്ലം മുനിസിപ്പൽ കോടതിയിൽ പോയിട്ട് അദ്ദേഹത്തിന് കോടതി നോട്ടീസ് അയച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അറിയത്തില്ല. കേസ് അതിന് തീർന്നിട്ടില്ല എന്നെനിക്കറിയാം. കാരണം ഒരു കേസ് എത്ര നാൾ ഓടത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റിന് പോലും എത്ര കാലം എടുക്കുമെന്നും എനിക്കറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഞാനിപ്പം ആ കേസ് വിട് ഞാനിപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇയാൾക്കെതിരെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം, കഴിഞ്ഞിടയ്ക്കാണ് ഈ പറയുന്ന വ്യക്തി സമൂഹത്തിലെ യുവതലമുറയെ സ്വാധീനിക്കുന്നുണ്ട്. അത് ഓരോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മാതൃകയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഒരു പ്രമേയം അവതരിപ്പിച്ചിരുന്നു. ആ വീഡിയോ കണ്ടില്ലാത്തവർക്ക് കയറി കാണാം. ഞാൻ അതിനെ വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ ചോദിച്ചത് കഞ്ചാവ് കേസിൽ ആരോപണ വിധേയനായിട്ടുള്ള, അതായത് തെളിവ് സഹിതം പിടിക്കപ്പെട്ട ഇയാൾ എങ്ങനെയാണ് സമൂഹത്തിന് മാതൃകയാവുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അതിന് താഴെ ഒരു കമൻറ്റ് വന്നു. ഞാൻ അയാളെ വിമർശിക്കുന്നതൊക്കെ ശ്രദ്ധിച്ച് വേണം, കാരണം അയാളുടെ ലക്ഷക്കണക്കിന് ആരാധകരുടെ കൺട്രോൾ ചിലപ്പോൾ നഷ്ടമാകുന്നു. എന്നാൽ പിന്നെ ആ ലക്ഷക്കണക്കിന് ആരാധകരുടെ കൺട്രോൾ ഒന്ന് പോകുന്ന എനിക്കൊന്ന് കാണണമെന്ന് വെച്ചു. കാരണം ഞാൻ ഈ വീഡിയോ ചെയ്തിട്ട് ആകപ്പാടെ 10-13 പേര് വന്നിട്ട് ഈ കടന്നു പോകുന്നത്, അല്ലാതെ ഈ ലക്ഷങ്ങളും മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇയാൾക്ക് ഇത്ര അധികം ഫാൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് എന്നെ തെറി വിളിക്കുന്നതാണ്. ആരും എന്നെ തെറി വിളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എന്നെ ആരും തെറി വിളിച്ചിട്ടില്ല. കാരണം ഈ വീഡിയോ തന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുള്ളൂ, എൻ്റെ ഫേസ്ബുക്കിലും ഇട്ടിട്ടുണ്ട്. അവിടെ ഒന്നും ഒരു പട്ടിക്കുഞ്ഞ് പോലും ഇതിനെതിരെ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. കാരണം ലക്ഷക്കണക്കിന് ആരാധകരുണ്ടെങ്കിൽ ഞാൻ അവരുടെ ആരാധനാ പുരുഷനെ കയറി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെങ്കിൽ എനിക്കെതിരെ ഉണ്ടാകാൻ സാധ്യതയുള്ള സൈബർ അറ്റാക്ക് എത്രത്തോളമാണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാളാണ്. എന്നാലും അങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോഴത്തേക്ക് എന്നാൽ അതൊന്ന് കാണാം. അതിൻ്റെ പേരിലാണ് ഞാൻ ആദ്യമേ ഇയാൾക്കെതിരെ വന്ന മീറ്റു ആരോപണം, 2021 വന്ന മീറ്റു ആരോപണം ഞാനെടുത്ത് ആദ്യമേ വീഡിയോ ചെയ്തത്. ആ മീറ്റു ആരോപണത്തിൽ പറയുന്നത്, ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അയാളുമായിട്ട് ആ പെൺകുട്ടി ഒന്ന് സംസാരിച്ച് അടുത്ത് ഇടപഴകി കഴിഞ്ഞാൽ സ്കർട്ട് ചെയ്ത് തരട്ടെ എന്ന് ചോദിക്കുന്നൊരു മനോവൈകൃതം ഇയാൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആരോപണം ഉണ്ടായിരുന്നു ആ മീറ്റുവിൽ. പിന്നെ അതിനുശേഷം വന്ന ഒരു ആരോപണം, സ്വന്തം കൂട്ടുകാരികളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് നാട്ടുകാരോട് മുഴുവൻ കള്ളം പറഞ്ഞ് നടക്കുന്നൊരു സ്വഭാവം ഇയാൾക്കുണ്ടെന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പങ്കാളിയെ വേദനപ്പെടുത്തിക്കൊണ്ട് സെക്സ് ചെയ്യാൻ നിർബന്ധിക്കുക, അങ്ങനെയുള്ള ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇയാൾ അടിമയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ആരോപണമായിരുന്നു അന്ന് ആ മീറ്റുവിൽ വന്നത്. അത് വെച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തു. അതിന് ശേഷമായിരുന്നു ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ. പക്ഷെ ഉള്ള സത്യം പറയട്ടെ, ഈ പറഞ്ഞ എനിക്ക് അന്ന് വന്ന കമൻറ്റിനോട് എനിക്കിപ്പോൾ പുച്ഛം തോന്നുക. കാരണം ഇയാളുടെ ലക്ഷക്കണക്കിനുള്ള ആരാധകരിൽ ഒരു പട്ടിക്കുഞ്ഞ് പോലും എന്നോടൊന്നും പറഞ്ഞുകൊണ്ട് വന്നില്ല. ആകപ്പാടെ 4-5 പേര് കാണുന്നു ഈ കമൻറ്റ് ബോക്സ് കിടന്ന് മൂങ്ങുന്നു, അത്രമാത്രമേ ഉള്ളൂ. പക്ഷേ അവർക്ക് ഒന്നും മനസ്സിലായില്ലായിരുന്നു ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്ക്. ഞാൻ അന്ന് ആ ഒരു വീഡിയോ കൊണ്ട് അത് ഈ കേസ് കെട്ട് കിട്ടാനെ ചുമ്മാ ഇരുന്ന് എന്നെ കയറി ചൊറിഞ്ഞു. ആളുകൾ എന്നെ എന്തൊക്കെയോ ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ അതൊന്ന് കാണട്ടെ എന്ന് കരുതിക്കൊണ്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ട ആളുടെ ജീവചരിത്രം എനിക്കറിയത്തില്ല. പിന്നെ എനിക്ക് ആകപ്പാട് അറിയാവുന്നത് അവൻ്റെ ആരാധനാപുരുഷനായ ഈ റാപ്പറെ കുറിച്ചാണ്. ഞാൻ അവൻ്റെ വളരെ ചരിത്രം മുഴുവൻ എടുത്തിട്ട് അലക്കാൻ തീരുമാനിച്ചു. കാര്യം ഞാൻ ഈ 1-2 വീഡിയോസ് കൊണ്ട്, അതായത് ഇനി വരാൻ പോകുന്നത് അയാളുടെ കഞ്ചാവ് കേസാണ്, അത് തെളിവ് സഹിതം പിടിച്ചാണ്. പിന്നെ പുലിപ്പല്ലി കേസ്, പിന്നെ അദ്ദേഹം നടത്തിയ ഒരു വിവാദ പരാമർശം, അതിനകത്ത് എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളൊരു മറുപടിയും മാത്രമേ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. ആ വീഡിയോയ്ക്കും താഴെ വന്നിട്ട് പിന്നെ ഈ ലക്ഷക്കണക്കിന് ആരാധകരുടെ കാര്യം പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങേറെ ഭൂലോക ചരിത്രം മുഴുവൻ തപ്പിയെടുക്കും. അതിനെനിക്ക് വലിയ താമസമൊന്നുമില്ല. കാരണം എനിക്ക് അത്യാവശ്യം കോൺടാക്റ്റുകൾ കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഞാൻ എടുത്തിട്ട് അലക്കി പറിക്കുകയും ചെയ്യും, നാറ്റിച്ച് വിടും. അപ്പോൾ ശരി.